മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് 4 മാർക്കിന്റെ ചോദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. നോക്ക്, KLM ഷെൽ 3 ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് ഒരാറ്റത്തിൽ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഷെൽ ഹാസ് ദി ഹയസ്റ്റ് എനർജി? ഇതിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നവരും ഷെല്ലുകളുടെ എനർജി കൂടി കൂടി വരും അല്ലെ. അപ്പോൾ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്തുള്ള ആൾക്ക് ഏറ്റവും എനർജി കുറവ്, ദൂരെയുള്ള ആൾക്ക് എനർജി കൂടുതലാണ്. അപ്പൊ K ഷെല്ല് തൊട്ടടുത്ത്, L ഷെല്ല് കുറച്ചും കൂടി ദൂരെ, M ഷെല്ല് ദൂരത്ത് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആൾക്കായിരിക്കും, നമ്മുടെ M ഷെല്ലിനായിരിക്കും. ഇനി M ഷെല്ലിൽ 5 ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളതെങ്കിൽ അറ്റോമിക് നമ്പർ എന്താണ്? ഈ അറ്റോമിക് നമ്പർ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. M ഷെല്ലിൽ 5 ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആദ്യം തന്നെ ഇലക്ട്രോൺ കയറുന്നത് M ഷെല്ലിലാണോ? അല്ല, ആദ്യം K ഷെല്ലിൽ കയറണം. K ഷെല്ലിൽ എത്ര കയറും? 2 കയറണം. ഇതിന് ശേഷം എങ്ങോട്ടേക്കാ ഇലക്ട്രോൺ പോവാ? എമ്മിലേക്കാണോ? നോ, L ഷെല്ലിലേക്ക് പോകും. എല്ലിൽ എത്ര കയറും? 8 കയറും. ഇതിനും ശേഷമാണ് ഇതിന് ശേഷമാണ് ബാക്കി വരുന്ന 5 ഇലക്ട്രോൺ M ഷെല്ലിലേക്ക് കയറുന്നത് അല്ലെ. സോ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 5 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 15 ഇലക്ട്രോൺ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമാണ്. സോ 15 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 15 പ്രോട്ടോൺ ഉണ്ട്. 15 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ 15 ആയിരിക്കും. കാരണം ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. ഇനി ഇവിടെ 16 ന്യൂട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ എത്രയാണ്? അത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.